ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഇങ്ങനെ എക്സാമിനായിട്ട് റെഡി ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി ഭാഗത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ എന്തായിരുന്നു, നാഷണലിസം ഇൻ യൂറോപ്പ് എന്നുള്ള ചാപ്റ്ററിൽ അല്ലെ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നോക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ്, ഇപ്പൊ ഇതിന്റെ മുന്നത്തെ പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിന്റെ ക്ലാസ് എല്ലാവരും ഒന്ന് കണ്ടാൽ ഇതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ അപ്പൊ അത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ആ അന്നത്തെ ക്ലാസ്സിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഫ്രഞ്ച് റവല്യൂഷൻ എന്താന്ന് പറഞ്ഞു. എന്നായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ നടന്നിട്ടുണ്ടായിരുന്നത്? 1789 അല്ലെ. അതിന് നമ്മുടെ എന്താണ്, അബ്സല്യൂട്ട് മൊണാർക്കി സിസ്റ്റം ആയിരുന്നു. അതിനെന്താണ്, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റവല്യൂഷൻ ആയിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു, നെപ്പോളിയനി കോഡ്, അത് ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്. അത് എന്തായാലും എക്സാമിന് വരും, അപ്പൊ അത് പഠിച്ചിരിക്കണം. പിന്നെ എന്താണ് നമ്മൾ അതിന്റെ അറിയാൻ, ജർമ്മനി, മേക്കിംഗ് ജർമ്മനി, അതുപോലെ മേക്കിംഗ് ഇറ്റലി, മേക്കിംഗ് യൂറോപ്പ്, ബ്രിട്ടൻ, അത് മൂന്നും അതിലേതെങ്കിലും ഒരു മേക്കിംഗ് എന്തായിരിക്കും മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം അതും എന്റെ പൊന്നു മക്കൾ എന്ത് ചെയ്യണം, അതും ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കണം. അത് നമുക്ക് എന്താണ് ഇപ്പോഴത്തെ ക്ലാസ്സിലൂടെ ഒന്നുകൂടെ നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ പറയുന്ന ഭാഗം എന്താണ്, അങ്കർ ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവോൾട്ട് എന്ന് വെച്ചാൽ എന്താണ്, 1813 ഒക്കെ ആയപ്പോഴേക്കും യൂറോപ്പിൽ എന്തായിരുന്നു, ഒരുപാട് എക്കണോമിക് ഡിഫിക്കൽട്ടീസ് വരാൻ തുടങ്ങി. അതെങ്ങനെയായിരിക്കും, അതായത് പോപ്പുലേഷൻ ഗ്രോത്ത് കൂടി. പക്ഷെ ആ ഗ്രോത്തിനനുസരിച്ചിട്ടുള്ള ജോബ് സീക്കേഴ്സ് ഒരുപാടായി. പക്ഷെ എന്താണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അപ്പൊ എന്താ പറയുന്നത്, എങ്ങനെ പോപ്പുലേഷൻ ഗ്രോത്ത് ലെഡ് ടു സർപ്ലസ് ഓഫ് ജോബ് സീക്കേഴ്സ് ആൻഡ് ഷോർട്ടേജ് ഓഫ് ജോബ്സ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു, ആളുകളൊക്കെ എന്തായിരുന്നു, റൂറൽ റെസിഡൻസ് മൂവ് ടു സിറ്റീസ് അല്ലെ, സിറ്റീസിൽ വന്നു. അതിന്റെ ഫലമായിട്ട് എന്തായിരുന്നു, ലിവിങ് ഇൻ ഓവർ ക്രൗഡഡ് സ്ലംസ്. അതാണ് ഇവിടെ പറയുന്നത് ഹങ്കർ ഹാർഡ്ഷിപ്പ് ആൻഡ് പോപ്പുലർ റിവോൾട്ട് എന്ന് പറയുന്നത്. അതായത് ജനങ്ങൾക്ക് എന്താണ്, അവർക്ക് ആവശ്യമുള്ള എന്തുണ്ടായിരുന്നില്ല, ഭയങ്കര പോപ്പുലേഷൻസ് കൂടി. പക്ഷെ അതിനനുസരിച്ച് അവർക്ക് ഭക്ഷണം കഴിക്കാണ്ടേ, ജോലി എടുത്താലല്ലേ ഭക്ഷണം കഴിക്കാൻ കിട്ടുള്ളൂ. അതിനനുസരിച്ച് ജോലി അവർക്ക് ഇല്ല. അതാണ് അവിടെ പറയുന്നത്. പിന്നെ നമുക്ക് പറയുന്നതാണ് മേക്കിംഗ് ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റലി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു സാധനമായിരുന്നു മേക്കിംഗ് ഓഫ് ജർമ്മനി ആൻഡ് ഇറ്റലി. അതായത് ഏതെങ്കിലും ഒരു മേക്കിംഗ് പഠിക്കണം, അത് എന്തായാലും എക്സാമിന് വരുന്ന ഒരു ഭാഗമാണ്. പിന്നെ എന്താ പറയുന്നത്, സ്ട്രേഞ്ച് കേസ് ഇൻ ബ്രിട്ടൻ എന്ന് പറയുന്നത്, അത് 3 പോർഷൻ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. 18th സെഞ്ചുറി ആയപ്പോഴേക്കും ബ്രിട്ടൻ എന്ന് പറയുന്നത് എന്താണ്, വാസ് നോട്ട് എ യൂണിഫൈഡ് ബ്രിട്ടീഷ് ഐഡന്റിറ്റി. അതെങ്ങനെ വന്നു, ഇംഗ്ലീഷ്, വെൽഷ്, സ്കോട്ട് ഓർ ഐറിഷ്. അത് ആ ഒരു ചാർട്ട് പ്രകാരമായിട്ട് തന്നെ എന്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെന്താ പറയുന്നത്, ഇറ്റലി യൂണിഫൈഡ്. ഇറ്റലിയുടെ യൂണിഫൈഡും എന്തായിരുന്നു, ഇറ്റലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജർമ്മനിയൊക്കെ എന്താണ്, ഹാഡ് ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ ഫ്രാഗ്മെന്റേഷൻ ആയിരുന്നു. ഇറ്റാലിയൻസ് എന്ന് പറയുന്നത് സ്പ്രെഡ് അക്രോസ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആൻഡ് എംപയർ ആയിരുന്നു അല്ലെ. എത്ര സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ഇറ്റലി എന്ന് പറയുന്നത് 7 സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് വന്നാണ് വിത്ത് ഓൺലി സർദീനിയ പൈഡ്മെന്റ് റൂൾഡ് ബൈ ഇറ്റാലിയൻ പ്രിൻസ്ലി ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഗുസീബി മസീനി എന്ത് എയിം ചെയ്തു, ഫോർ എ യൂണിഫൈഡ് ഇറ്റലി ആൻഡ് റിപ്പബ്ലിക് ആൻഡ് ക്രിയേറ്റ് യങ് ഇറ്റലി ഫോർ ദിസ് കോസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു യങ് ഇറ്റലി. ഗുസീബി മസീനി എയിം ചെയ്ത ഒരു ഭാഗമാണ് എന്ത്, യങ് ഇറ്റലി എന്നുള്ള ഒരു സാധനം അല്ലെ. പിന്നെ അതുപോലെ എന്താണ്, പ്രഷ്യ എന്ന് പറയുന്നത് എന്താണ്, നാഷണൽ യൂണിഫിക്കേഷൻ ലെഡ് ബൈ ഓട്ടോ വാൻ ബിസ്മാർക്ക്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വില്യം ഫസ്റ്റ്. അതൊക്കെ എന്തായിരിക്കും, അതെല്ലാം എന്റെ മക്കൾ എന്താണ് നോക്കിയിരിക്കണം അല്ലെ. പിന്നെ എന്താണ്, ആക്ട് ഓഫ് യൂണിയൻ 1707. അത് എന്ത് ആക്ട് ആയിരുന്നു, ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് സ്കോട്ട്ലാൻഡ് ലെഡ് ദ ക്രിയേഷൻ. അത് എവിടെ നിന്ന് പറയുന്നത്, യുണൈറ്റഡ് കിങ്ഡം ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. അത് എന്തായി, അതും നോക്കണം കേട്ടോ. ഗ്രേറ്റ് ബ്രിട്ടൻ എന്നാണ് വർഷം വന്നത്, 707. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് MCQ രീതിയിലൊക്കെ എന്തായിരിക്കും നമുക്ക് വരാവുന്ന ഒരു ഭാഗമാണ്. പിന്നെ ലാസ്റ്റ് പോർഷൻ ആണ്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻ ആണ് വിഷ്വലൈസിംഗ് ദ നേഷൻ. വിഷ്വലൈസിംഗ് ദ നേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആർട്ടിസ്റ്റുകൾ 18th സെഞ്ചുറി ആവട്ടെ 19th സെഞ്ചുറി ആവട്ടെ എന്ത് വന്നു, നാഷൻസ് ബൈ റെപ്രസെന്റിംഗ് ദം ആസ് ഫീമെയിൽ ഫിഗർ അല്ലെ. നമ്മുടെ അലിഗോറി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, ഇന്ത്യൻ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഫീമെയിൽ അലിഗോറിയാണ് എപ്പോഴും നമുക്ക്. അതെന്താണ് ചൂസ് ചെയ്യുന്നത്, ചൂസൺ ഫീമെയിൽ ഫോം ഓഫ് സിംബലൈസ്ഡ് ദ നാഷൻ പേഴ്സണിഫിക്കേഷൻ, നോട്ട് എ സ്പെസിഫിക് റിയൽ ലൈഫ് വുമൺ. അവിടെ എന്താണ്, ഒരു ഫീമെയിൽ അലിഗോറിയാണ്. സച്ച് ആസ് മറിയാന ഫേസ് ആൻഡ് ജർമാനിയ ഇൻ ജർമ്മനി. അത് അങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, വേർ ദ ക്രിയേറ്റഡ് എംബോഡി ദ നേഷൻ. അതെന്തെന്നാ പറയുന്നത്, ഡ്യൂറിംഗ് ദ ഫ്രഞ്ച് റവല്യൂഷനിൽ ലിബർട്ടി ആണ് പറയുന്നത്. മറിയാന എന്ന് പറയുന്നത് എന്താണ്, സിംബലൈസിംഗ് ഫ്രാൻസ് ആണ്. വാസ് അസോസിയേറ്റഡ് വിത്ത് ദ റെഡ് ക്യാപ്പ്. എന്തായിരിക്കും, റെഡ് ക്യാപ്പ് ആണ്, ട്രൈ കളർ ആണ്, ആൻഡ് കോക്കേഡ് ആണ് എന്നൊക്കെ പഠിക്കണം.
പിന്നെ അതുപോലെ ജർമ്മേനിയ എന്ന് പറയുന്നത് എന്താണ്? സിംബലൈസിങ് ജർമ്മനി ആണ്. അതെന്താണ്? ഓക്ക് ലീവ്സ് ആയിരിക്കും അല്ലെ? എ ക്രൗഡ് ഓഫ് ലീവ്സ് ടു റെപ്രസെന്റ് ഹീറോയിസം ഇൻ വിഷ്വൽ റെപ്രസെന്റേഷൻ. ഇതോട് കൂടിയാണ് നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫസ്റ്റ് തന്നെ കുടുങ്ങുന്നത് എന്താണ്? എന്തായിരിക്കും? ഒരു പിക്ചറോട് കൂടിയായിരിക്കും അല്ലെ? ഫെഡറിക് സോറിയോടെ ഒരു പിക്ചറോട് കൂടിയാണ് എന്ത് നമുക്ക് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. പിന്നെ എന്തായിരിക്കും? യൂറോപ്പ് അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് പറഞ്ഞു. ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ പറഞ്ഞു ലാ പാട്രിയോ, ലേ സിറ്റിയന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ്? ലിബറലിസം എന്താന്ന് പറഞ്ഞു, റൊമാൻറ്റിസിസം എന്താന്ന് പറഞ്ഞു അല്ലെ? കൺസർവേറ്റീവ്സ് ആരാന്ന് പറഞ്ഞു, അതെല്ലാം പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ പറയുന്നത് മേക്കിംഗ് ഓഫ് ജർമ്മനി, മേക്കിംഗ് ഓഫ് ഇറ്റലി, അതുപോലെ മേക്കിംഗ് ഓഫ് യൂറോ അല്ലെ? ബ്രിട്ടൻ. അത് 3 മേക്കിങ്ങും നമ്മൾ എന്തായാലും പഠിക്കണം. അതിലേതെങ്കിലും ഒരു മേക്കിങ്സ് വരാം. പിന്നെ ലാസ്റ്റ് ആണ് ഈ ഒരു അലിഗോറി സിസ്റ്റം കൂടെ വന്നിട്ടാണ് ഈ ചാപ്റ്റർ നോക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ എന്റെ മുന്നേ മക്കൾക്ക് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ എന്താണ്? ഫസ്റ്റ് ചാപ്റ്ററിൽ അലിഗോറിയും സെക്കൻഡ് ചാപ്റ്ററിൽ അലിഗോറിയും ഡിഫറൻസ് ചെയ്തിട്ട് ചിലപ്പം ചോദിക്കാം. ഇതെല്ലാം എന്റെ മക്കൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നല്ല ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.